ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് പോണത് സ്കൂളിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഷോപ്പിങ്ങിനാട്ടോ. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനാണ് പോണത്. അപ്പോൾ എന്തൊക്കെ മേടിച്ചെന്നും അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്ന വീഡിയോ ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്തോട്ടാട്ടോ പോയത്, മോന് ബാഗ് മേടിക്കാൻ. അവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് വീടെടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അങ്ങനെയാണ് വീടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്തുള്ളൊരു ബാഗിൻ്റെ ഷോപ്പിലോട്ടോ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് മോന് വേണ്ട ബാഗ് നോക്കണം. അപ്പോൾ അവന് സ്പൈഡർമാൻ്റെ ബാഗ് വേണം. പക്ഷെ അവന് ഉദ്ദേശിക്കുന്ന കളറിൽ ആ സ്പൈഡർമാൻ്റെ ചിത്രം വരുന്നതില്ല പറഞ്ഞിട്ട് കുറേ നേരം തിരഞ്ഞിട്ടോ ഞങ്ങൾക്ക് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാഗ് എടുത്ത ശേഷം പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് ഞങ്ങൾ സ്പൈഡർമാൻ്റെ തന്നെ വേണം പറഞ്ഞിട്ട് അതട്ടോ തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ടായിരുന്നു. അവൻ നോക്കട്ടോ, അവന് ബൈക്കിൻ്റെ ബോക്സാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സ് ഉണ്ട് പറഞ്ഞിട്ട് പ്രാവശ്യം മേടിച്ചില്ല. അവൻ്റെ UKG ലാസ്റ്റിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലൈൻ്റ് ഒന്നും വരാത്തതുകൊണ്ട് അത് മേടിക്കണ്ട പറഞ്ഞു. പിന്നെ ലഞ്ച് ബോക്സാണ് നോക്കിയത്. ലഞ്ച് ബോക്സ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ തിരഞ്ഞിട്ട് കിട്ടാത്ത അതേ ടൈപ്പ് പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യം കിക്ക് കൊടുന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനത്തെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബുക്ക് സ്റ്റോളിലോട്ടോ. മദ്രസയ്ക്കുള്ള ബുക്ക് മേടിക്കാൻ വേണ്ടി പോയതാണ്. ആ പോണ വഴിക്കന്നെ ഞാൻ മോന് ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മദ്രസയിൽ ഇപ്രാവശ്യം ചേർത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അറിയണ പോലെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുക്സ് മേടിച്ചതാണ്. ഇപ്രാവശ്യം കൊണ്ടുവരാനൊന്നും ആളില്ല. പിന്നെ സ്കൂൾ ബസ് വരുമ്പോഴേക്കും ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ചേർത്തിയിട്ടില്ല. പക്ഷെ എനിക്കറിയുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടുത്ത വർഷം ചേർത്തണം. അപ്പോൾ ബുക്സൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ നേരെ ചോദിച്ചിട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ ആളെന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ്, ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ഏതാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആൾ എങ്ങനെയൊക്കെയാണ് പുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കുക. അറബി മലയാളം ഉണ്ട്, പിന്നെ ഒന്നുണ്ട് ഒരു ടെക്സ്റ്റിൻ്റെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ടെക്സ്റ്റ് എടുക്കാൻ, ഒരു ടെസ്റ്റ് 6 മാസം, അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് 6 മാസം. അങ്ങനെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ റോയിലോട്ട് പോയത് ഒരു മെറ്റീരിയൽ നോക്കാനാണ്. ഞങ്ങളുടെ ലിവിങ് ഏരിയയിലുള്ള സോഫ സെറ്റിനൊരു കവറ് സ്റ്റിച്ച് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടൊരു മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ എവിടെ പോയി നോക്കിയാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സോഫിൻ്റെ കളറ് കിട്ടില്ല. പിന്നെ വേറൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ നോക്കി, 2-3-4 ഷോപ്പിൽ നോക്കി കിട്ടിയില്ല. ഇനിയിപ്പോൾ സോഫ കവർ പറഞ്ഞ സംഭവം ഉണ്ട്, അത് മേടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയതൊരു ഫാൻസി ഷോപ്പിലോട്ടോ. നെയിൽ കോൺ മേടിക്കാൻ വേണ്ടിയിട്ട് മൈദ മൈലാഞ്ചില്ലേ നമ്മൾ അതിൻ്റെ നെയിൽ കോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്, പെരുന്നാൾ നമ്മൾക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് ശേഷം ഒരു വട്ടം പോയപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നോക്കിയിട്ട് കിട്ടില്ല എന്നപ്പോൾ ഞങ്ങളവിടെ നേരെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിൽ പോകാൻ നിൽക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയതാട്ടോ, ജ്യൂസ് ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാട്ടോ. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനും മോന് ഷെയ്ക്കാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തണുപ്പായതുകൊണ്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞതാണ്, പക്ഷെ അവൻ അതന്നെ വേണം പറഞ്ഞിട്ട് കഴിച്ചതാണ്. എന്തൊക്കെ മേടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ലഞ്ച് ബോക്സ്, സോസ്, ബാഗ്, കുട, ഷൂ, കട്ടർ, സോസ്, ബാഗ്. ഇത് മേടിച്ചു പറഞ്ഞു. ഷൂ പറഞ്ഞു, ബുക്സ് പറഞ്ഞു, എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാം മേടിച്ചിട്ടുണ്ട്, എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ഇത് കാണിച്ചു തരാൻ പറ്റുന്നത് ഷോപ്പിങ്ങൊക്കെ കുറേശ്ശെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാഗ് കാണിച്ചിട്ട് സ്കൂബിൻ്റെ ബാഗാട്ടോ. കൂടെ ഒരു ടോയും അതുപോലെ
അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ബാഗാട്ടോ. ബാഗും സ്കൂബിയുടെ ബാഗാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സ്പൈഡർമാൻ്റെ ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലൂ കളറിൽ വരുന്ന ബാഗാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എന്താ ടോയും പിന്നെ നെയിം സ്ലിപ്പ് ഡ്രോയിങ് ബുക്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോയ് ഉണ്ടായിരുന്നു. ടോയ് പിന്നെ അപ്പം തന്നെ കേടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ 4-6 വരുന്ന ടൈപ്പാട്ടോ ഞങ്ങൾ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതായിട്ട് ഞങ്ങൾ നെയിം സ്ലിപ്പ് വെച്ചിട്ടുള്ളത് അവൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയത് സിസ്റ്റാർട്ട് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പേര് മാത്രം എഴുതിയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു നെയിം സ്ലിപ്പ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലഞ്ച് ബോക്സ് വാട്ടർ ബോക്സ് ബാഗിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതൊക്കെ 2 എടുത്തിട്ടുള്ളത്. പിന്നെ സ്കൂളിലോട്ടുള്ള ഷോക്സ് ആട്ടോ മേടിച്ചിട്ടുള്ളത്. ഷോക്സ് 4 ബ്ലൂവും മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 വൈറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവന് ബ്ലൂവും വൈറ്റും ആട്ടോ യൂണിഫോം വരുന്നത്. വൈറ്റ് ഫ്രൈഡേ മാത്രമേ ഉള്ളൂ, ബാക്കി അല്ലാത്ത ദിവസങ്ങളിലുള്ളതാട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കുറേ തിരഞ്ഞിട്ട് കിട്ടാത്ത ഞങ്ങളുടെ ലഞ്ച് ബോക്സ് അത് ഇതായിരുന്നു കേട്ടോ. ലഞ്ച് ബോക്സ് ഞങ്ങൾ സ്റ്റീലിൽ നോക്കുമ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് ചെറുതാണ് കിട്ടാറ്. കുറച്ച് വലുത് കിട്ടി നമുക്ക് ബാക്കി 2-3 ഇയേഴ്സിലൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിപ്പമുള്ള സ്റ്റീലിൻ്റെ കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ സ്പൈഡർമാൻ്റെ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലഞ്ച് ബോക്സിൻ്റെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ കാണിച്ചു തരികയാണ്. അത് 4 സൈഡിലും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി വൈസ് ഉള്ളൊരു ലഞ്ച് ബോക്സാണ്. ഇത് ഞങ്ങൾ ആ ബാഗ് മേടിച്ച ഷോപ്പിൽ നിന്ന് തന്നെ ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഷൂ ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഷൂ നമ്മൾ കടയിൽ നിന്ന് ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഡാൻസിന് മേടിച്ചതാണ് വൈറ്റ് ഷൂ. പിന്നെ ഇപ്രാവശ്യം അവന് പഴയത് ടൈറ്റ് ആയതുകൊണ്ട് പുതിയത് മേടിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റും ഒരു ബ്ലാക്കും. വൈറ്റ് ഫ്രൈഡേയും ബ്ലാക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള വൈറ്റ് ഷൂവും ബ്ലാക്ക് ഷൂവും ആട്ടോ. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ഷൂ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ അവനൊരു കുട മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷം ഒരു കുടയായിരുന്നു. ആ കുട കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു പോപ്പിയുടെ കുട മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിപ്പമുള്ള ടൈപ്പാട്ടോ മേടിച്ചത്. കാരണം ബാഗൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നനയായിരുന്നു. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചിട്ടുള്ളത് ഷാർപ്പറാണ്. അതൊരു ചെറിയ കുഞ്ഞി കരടിൻ്റെ ഒക്കെ ടൈപ്പാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കാണിച്ചു തരികയാണ് അവൻ. അപ്പോൾ ഞങ്ങൾ അടുത്ത് മേടിച്ചിട്ടുള്ളത് ബുക്സാണ്. നോട്ട് ബുക്സും അതുപോലെ ടെക്സ്റ്റ് ബുക്കും നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇതിൽ 2 ബുക്സ് കിട്ടാണ്ട്, കമ്പ്യൂട്ടർ മലയാളം, അതുപോലെ യൂണിഫോമിൻ്റെ ബെൽറ്റ്. യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല. യൂണിഫോമൊക്കെ സ്കൂളിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ 4 ലൈൻ, 4 ലൈൻ, 2 ലൈന് 3 അതുപോലെ റൂൾഡ് 6 പിന്നെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ബുക്ക് പുതിയ കവറില്ലേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 5 കളർ വരുന്ന ബുക്ക് പുതിയ കവറാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മോൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.